ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അയാനുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കൊറിയൻ സ്കൂളിലെ അയാനുവിൻ്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് അതിലൊരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്തിരുന്നു കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിരുന്നു. സ്കൂളിൻ്റെ കാര്യങ്ങൾ, ഫീസ്, അതുപോലെ തന്നെ അവിടെയുള്ള കൾച്ചർ കാര്യങ്ങൾ, അതുപോലെ സ്കൂളിൻ്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഫെസിലിറ്റീസ് മാത്രമല്ല, നല്ല ഹൈജീനിക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കെയറിങ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കേട്ടോ. അത്രയ്ക്കും സോഫ്റ്റ് ആൻഡ് സ്വീറ്റാണ്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് അയാനുവിൻ്റെ ക്ലാസ് റൂമാണ്. അതുപോലെ തന്നെ അവരുടെ ബാഗ് വെക്കാൻ, അവരുടെ ജാക്കറ്റ് വെക്കാനൊക്കെ സെപ്പറേറ്റ് ഒരു ഷെൽഫ് തന്നെ ഉണ്ട് കേട്ടോ. പേരൊക്കെ വെച്ചിട്ട് തന്നെ ഇവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷായിട്ടാണോ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇംഗ്ലീഷ് പേരിന് മാത്രമേ ഉള്ളൂ ഈ സ്കൂളിൽ. കാരണം ഇംഗ്ലീഷ് അത്രയ്ക്കും വരണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ വേണം കേട്ടോ കുട്ടീനെ ചേർത്താൻ. അതും എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്കൂളൊന്നും ഇല്ല. പിന്നെ വരുന്നത് ഇതുപോലെയുള്ള സ്കൂളുകളാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റായിട്ട് ജസ്റ്റ് ഒരു വീക്കിലൊരു ക്ലാസ്സൊക്കെ വരുന്നുള്ളൂ. ഇവരുടെ ക്ലാസ് റൂമിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയ കുട്ടികൾക്കുള്ളതിനനുസരിച്ച് തന്നെ ആയിരിക്കും ടോയ്ലറ്റും അതുപോലെ തന്നെ വാഷ് ബേസൊക്കെ ഉണ്ടാവുക. ഇത് പിന്നെ ഇവർ ഫുഡ് കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നും ഫുഡ് കഴിച്ചിട്ട് ബ്രഷൊക്കെ ചെയ്യിപ്പിക്കും ഇവർ. അതൊക്കെ ബേസിക്കായിട്ട് കുട്ടികളുടെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ തന്നെ അവർക്ക് കുറച്ച് ഇത് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ അയാനുവിൻ്റെ ടീച്ചർ. അയാനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അയാനുവിനും ടീച്ചർ എന്ന് വെച്ചാൽ ഇഷ്ടമാണ് കേട്ടോ. കാരണം അത്രയും കെയറിങ് ആണ് ഇവിടുത്തെ ടീച്ചർ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്കൂളിലൊക്കെ അടിയുണ്ടോ, നല്ല സ്ട്രിക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ സ്കൂളിലൊന്നും ഒരു അടിയോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പൊതുവെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടല്ല ഇവിടെ ഉള്ളത് എന്ന്. കുട്ടികളോടൊക്കെ നല്ലൊരു അപ്രോച്ചായിട്ടാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ. അന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഹലാൽ ഫുഡൊക്കെ കിട്ടുമോ എന്നുള്ളത്. നമുക്ക് പുറത്തൊക്കെ വന്നാൽ ഹലാൽ ഫുഡ് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇവൻ്റെ സ്കൂളിൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുട്ടിക്ക് എന്തെങ്കിലും അലർജിക്കായിട്ടോ ഇഷ്ടപ്പെടാത്തതോ ആയിട്ടുള്ളത് ഉണ്ടോ എന്ന്. ഇവർ നമുക്കൊരു ഫുഡിൻ്റെ ലിസ്റ്റ് തരും. അപ്പോൾ ആ ലിസ്റ്റിൽ നമുക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ കുട്ടിക്ക് അലർജിക്കായിട്ടുള്ളത് ഒക്കെ നമുക്ക് ടിക്ക് ചെയ്താൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരത് സ്കിപ്പ് ചെയ്യും കേട്ടോ, കുട്ടിക്ക് കൊടുക്കില്ല. അങ്ങനെ നമ്മൾ അതിലിപ്പോൾ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊന്നും അത് കൊടുക്കേണ്ടി വരില്ല. അങ്ങനെയാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യം വരുന്നത്. അയാനുവിൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അവർ ഇതേപോലെ ഒരു റിമൈൻഡർ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവർ എല്ലാ മന്തും കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് അത് എല്ലാ വർഷവും ഉണ്ട്. എല്ലാ മാസവും ഇപ്പം മെയ്യിൽ ഒരു 2 കുട്ടികളുടെയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർച്ചിൽ 2 കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് അവർ ഒന്നിച്ച് ചെയ്യും. അത് ഓരോ ക്ലാസ്സിന് വീതമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, അയാന് കൊറിയ ഭാഷ സംസാരിക്കും എന്നുള്ളത്. അയാനുവിന് മലയാളം സംസാരിക്കുന്ന കുട്ടികളൊന്നും ക്ലാസ്സിലില്ലാത്തത് കൊണ്ട് തന്നെ അവന് കുറച്ച് വാക്കുകളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ എന്നോട് തന്നെ അവൻ സംസാരിക്കാറുണ്ട്. ഉമ്മച്ചി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വജൻശീലാണ്, അതുപോലെ തന്നെ ഇരിക്കണം എന്ന് പറയുക 5 എന്നൊക്കെ പറഞ്ഞ് തരും കേട്ടോ. കാരണം കുട്ടീനോട് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പറയുന്നുണ്ടാവും അയാൻ ഇരിക്കുമെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. അപ്പം അവനങ്ങനെ കുറേയൊക്കെ വാക്കുകളും അങ്ങനെയൊക്കെ അവൻ പറയും കേട്ടോ. ഇപ്പോൾ കുറച്ച് ഉച്ചയൊക്കെ പറയുള്ളൂ, കുറച്ചായിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ 2 യൂണിഫോമാണ് കേട്ടോ ഉള്ളത്. ഈ 2 യൂണിഫോം നമ്മൾ മസ്റ്റായിട്ട് മേടിക്കണം. നല്ല എക്സ്പെൻസാണ് കേട്ടോ യൂണിഫോം. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഒരു 10-15,000 രൂപയൊക്കെ വരുന്നുണ്ട് ഈ 2 യൂണിഫോമിന് കേട്ടോ. പുറത്ത് സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയാണ് വരുന്നത് യൂണിഫോമൊക്കെ വരുന്നത്. പിന്നെ മെയിനായിട്ട് ഈ കൊറിയൻ സ്കൂളിൽ കൊറിയൻ ലാംഗ്വേജ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇവർ കൊറിയൻ മാത്രമേ സംസാരിക്കുള്ളൂ. ഇവർക്കൊരു എന്താ പറയുക, ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു
ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വരെ ഇവർക്ക് മനസ്സിലാവില്ല. നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഹോസ്പിറ്റൽ എവിടെ അല്ലെങ്കിൽ സ്കൂൾ എവിടെ ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല, ഇവർക്ക് അറിയില്ല കേട്ടോ. ഇവരോടിപ്പം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്കൂൾ, ഇപ്പോൾ സ്കൂളിന് സ്കൂൾ എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ സ്കൂൾ എന്നുള്ള വേർഡേ ഇവർക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഹക്യു എന്ന് പറയണം, എന്നാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഇവരെ സ്കൂളുകളൊക്കെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെയാണ് പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പുറത്തൊന്നും ഇവരെ വിടുന്നില്ല. പക്ഷേ ഇവരെ എക്സിബിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഒരു PT പോലെയൊക്കെ ആകുമ്പോഴൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറക്കിയിട്ട് ഫുൾ ടീച്ചേഴ്സൊക്കെ കൂടെ നിന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഇവരുടെ ഫീസ്. മന്ത്ലി ഫീസ് എത്രയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ. മന്ത്ലി ഫീസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു എന്താ പറയുക സ്കോളർഷിപ്പെന്നോ അല്ലെങ്കിൽ ഇവർ സബ്സിഡി എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്ന് പറയുക. ഇവരിത് അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്കൂളിൽ നമുക്ക് സബ്സിഡി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീസിൻ്റെ പാതി കൊടുത്താൽ മതിയാവും. അതായത് ശരിക്ക് കൊറിയൻ വോൺ വരികയാണെങ്കിൽ കൊറിയയിൽ 5,70,75,000 വോണാണ് കേട്ടോ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 25,000 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. അവർക്ക് അപ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ സ്കൂൾ നല്ല ഒരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്പോർട്സ് ഡേ ഉണ്ട്, ഫാമിലി സ്പോർട്സ് ഡേ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഫാമിലി സ്പോർട്സ് ഡേൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം കേട്ടോ. ഞാൻ ലിങ്ക് കാർട്ടിൽ കൊടുക്കാം. ഇവർക്ക് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ പാരൻസിനെ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെയാണ് ഇവരുടെ ഒരു രീതി. അപ്പം എല്ലാം കൊണ്ടും നല്ല സ്കൂളാണ്, നല്ലൊരു കൺട്രിയാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ഇവിടെ സ്കൂളിൽ കുട്ടികൾക്ക് ഫോൺ കൊണ്ടുപോകാം കേട്ടോ. ചെറിയ കുട്ടികൾക്കും വേണമെങ്കിൽ ഹാൻഡ് ഫോൺ എന്നാണ് ഇവർ പറയുക. അപ്പോൾ ഹാൻഡ് ഫോൺ വേണമെങ്കിൽ കൊണ്ടുപോവാം, ആ പാരൻസിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, യാതൊരുവിധ പ്രശ്നമില്ല കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഫോൺ ഇവിടെ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാകും. ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ എപ്പോഴും ഫോൺ നമുക്ക് കാണാം കേട്ടോ. പാർക്കിലൊക്കെ വരുമ്പോഴൊക്കെ ഇവരുടെ കഴുത്തിലൊക്കെ ഫോണൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇവരുടെ ഫുഡാണ് കേട്ടോ. നല്ല എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. കൊറിയൻ സീരീസിലും ഡ്രാമാസിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള നല്ലൊരു അടിപൊളി ഫുഡാണ് എല്ലാതും ഉണ്ടാവുക. അന്നന്ന് ദിവസത്തെ ഫുഡൊക്കെ അവർ നമുക്ക് കിഡ്സ് നോട്ട് വഴി നമുക്ക് അറിയിക്കും കേട്ടോ. ചെറുപ്പത്തിൽ തന്നെ ഇവരെ ഒറ്റയ്ക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ട് പിന്നീട് ഇവരെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യിക്കുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ് ഇവർക്ക് വീക്കിലി നമുക്ക് തന്നു വിടും കേട്ടോ. വീക്കെൻഡിലൊരു ഫ്രൈഡേ നമുക്ക് തന്നു വിടും. അവർ ചെയ്ത വർക്ക് എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് നമുക്ക് തന്നെ തരും കേട്ടോ. അപ്പോൾ ഇവർക്ക് അതൊരു ഇഷ്ടമാണ്, എല്ലാ ഫ്രൈഡേ ഇങ്ങനെ ഓരോ ഇത് തരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.